അപ്പം രണ്ടാമതിപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്യുമ്പം പുതിയതായിട്ട് എടുക്കുന്ന വണ്ടി പുതിയതായിട്ടല്ല, ഇനി രണ്ടാമത് ഇപ്പം മൂന്നാമത്തെ വണ്ടി മാറുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ വണ്ടി മാറി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടൂൾസിൻ്റെ ചെക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ ടയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടിയുടെ അകം ഇപ്പോൾ ഉള്ള കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള കണ്ടീഷൻ. ഓക്കെ, ഇതാണ് ടൂൾ കിറ്റ്. ഇതേമാതിരി ടൂൾസ് എല്ലാം പുറത്തെടുക്കുന്നത്. ചെയിന്, ഈ ടൈറ്റ്നർ, ഈ ബോക്സ് സ്ക്വയർ ട്യൂബ്, പിന്നെ ഇത് എന്താ പറയുന്നത്, എയർ ജാക്ക്, ഡി ഷാക്കിൽ, ഇതെല്ലാം ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമ്മൾ എക്യുപ്മെൻറ്റ് ചെക്ക് ചെയ്യിക്കണം. അതേമാതിരി തന്നെ ഇവിടെ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയറാണ് വണ്ടി വന്ന് ചെയ്യുമ്പോൾ. ഈ രണ്ട് ഇതുണ്ട് ഇതിനകത്ത്, കണ്ടോ, ഇതിനകത്ത് സ്റ്റോപ്പറുണ്ട്, വീൽ സ്റ്റോപ്പറുണ്ട്, രണ്ട് ഇതുണ്ട്. അത് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തും ഉണ്ട് ഒരു വീൽ സ്റ്റോപ്പറുണ്ട്, കണ്ടോ, അതിനകത്തൊരു വീൽ സ്റ്റോപ്പറുണ്ട്. അതിനകത്തൊരു കാച്ചിട്ട് കിടക്കുന്നത് പറഞ്ഞിട്ടില്ല. അതേമാതിരി ഇതിനകത്ത് ഇത് ചെറിയ ലിവർ, EMT ലിവർ പറഞ്ഞു, ഒരു കൊക്കി പറഞ്ഞു, ഇനി കൊക്കി എന്ന് പറഞ്ഞു. അത് മറ്റേ ഈ ഇതൊക്കെ എടുക്കുന്നത്, കല്ലൊക്കെ എടുക്കുന്നത് വീലിൽ നിന്ന്. പിന്നെ ഇതിനകത്ത് ബെൽറ്റ് റാക്കറ്റൊക്കെ ഉണ്ട്. ബെൽറ്റ് റാക്കറ്റിനകത്തുണ്ട്. അതിൻ്റെ ഒരു മറ്റേ ഈ ഓസ് ആഡ് ബ്ലൂ ഒഴിക്കുന്നതിനുള്ളത്. പിന്നെ അത് വീൽ സ്പാനർ കാണില്ല. വീൽ സ്പാനറും ഞാൻ ടൂൾസ് എല്ലാം ചെക്ക് ചെയ്തു. ടൂൾസൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം തിരിച്ചെടുത്ത് വെച്ചു. ഒന്നും പുറത്തില്ല. ഒന്നും കൂടി വാക്ക് അറൗണ്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ സാധാരണ പറഞ്ഞ മരുന്നിന് വണ്ടിയിൽ പുതിയതായിട്ട് വന്ന് കയറുമ്പോൾ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. കാരണം പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ചെക്ക് ചെയ്യുന്ന രീതിയാണിത്. ടൂൾസ് എല്ലാം പുറത്തെടുത്തിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ജാക്ക്, ലിവറില്ല, വീൽ സ്പാനർ ഇല്ല, ജാക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് 3 സാധനം ഇല്ല വീലുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഹൗസിങ് ലീക്കുണ്ട്. കാണിച്ചു തരാം. ഇതാ ഹൗസിങ്ങിന് ലീക്കുണ്ട്. ഇത് എന്തിട്ട് ഇത് കണ്ടോ, ഇതേമാതിരി തുളയുണ്ടാവേണ്ടത് അതിനകത്ത്. ഇത് അടച്ചേക്കണത്. അതിനപ്പോൾ ലീക്കുണ്ട്, ആക്സിലിന് ലീക്കുണ്ട്. അതുകൊണ്ടാണ് അടച്ചേക്കാം. വീലെല്ലാം വലിയ കുഴപ്പമില്ല. നോക്കിയിട്ട് 3 പടുതയുണ്ട്. നമസ്കാരം. ആ ഇന്നിപ്പോ വന്നിട്ടുള്ളു. ആണോ? ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം വണ്ടിയുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഫസ്റ്റ് വന്ന് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയണത്, വണ്ടിയുടെ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ തരുക. അതായത് ലോഡ് അസൈൻമെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ തരുന്നത് ഇതും കൂടി കഴിയുമ്പോഴാണ്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കമ്പനിയുടെ കാര്യമാണ് പറയണത് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കാര്യം പറഞ്ഞത്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഒരു വണ്ടി അസൈൻ ചെയ്ത് തരണം. നമ്മുടെ ഒരു ഫോളോവർ ഉണ്ടാവും. അതായത് നമ്മുടെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടാവും ലോഡിൻ്റെ. അങ്ങേരാണ് വണ്ടി അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ 3 പേരാണ് മെയിനായിട്ടുള്ളത്. ഡ്രൈവർ ഫോളോവർ, ലോഡ് ഫോളോവർ, മെയിൻ്റനൻസ് ഫോളോവർ.
അതിനകത്ത് ഡ്രൈവർ ഫോളോവർ, മെയിൻ്റനൻസ് ഫോളോവർ നിശ്ചയിച്ച് കഴിയുമ്പോൾ അയാളൊരു വണ്ടി നമുക്ക് അസൈൻ ചെയ്യും. ആ വണ്ടി നമ്മൾ ആദ്യം ടയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ടയറിൻ്റെ ഒരു ആളുണ്ടാവും മെയിൻ്റനൻസ് നോക്കുന്ന, അയാളെ കൊണ്ട് ടയറൊക്കെ ഓക്കെ ആണെന്നുള്ളത് സൈൻ ചെയ്ത് മേടിക്കണം. അതിനുശേഷം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ സാധനം ഒരു പേപ്പർ നമ്മൾ തന്നിട്ടുണ്ടാവും, ഒരു ഫോം. ആ ഫോമിനകത്ത് ഈ പറഞ്ഞ പാർട്ടികളുടെ എല്ലാം സൈൻ മേടിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ ലോഡ് ഫോളോവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഞാൻ ഡ്രൈവറായിട്ട് കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ആ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്നു, നമ്മുടെ ഇടപാട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കാര്യങ്ങൾ മുഴുവൻ അവരാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരൊരു മെയിൻ്റനൻസ് ഫോളോവറെ നമുക്ക് അസൈൻ ചെയ്ത് തരും. ആ മെയിൻ്റനൻസ് ഫോളോവറുടെ അടുത്ത് നമ്മൾ ബാക്കിയുള്ള മെയിൻ്റനൻസ് കംപ്ലയിൻറ്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ പറയണം. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ വന്നിട്ട് ഒരു ജോബ് കാർഡ് ഇട്ട് വർക്ക്ഷോപ്പിൽ പണി ചെയ്യിക്കാനായിട്ട് കയറ്റും. അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലോഡ് ഫോളോവറുടെ അടുത്ത് പണിയെല്ലാം കഴിഞ്ഞു എന്നുള്ള അറിയിച്ച് കഴിയുമ്പോൾ നമുക്ക് ലോഡ് അസൈൻ ചെയ്യും. അതോടുകൂടി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ടാവും. ഇതാണ് പൊതുവിലുള്ള നമ്മുടെ ഈ കമ്പനിയുടെ രീതി കേട്ടോ. അപ്പം ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോവർ, അതായത് നമ്മൾ ആരുടെ കീഴിലാണോ ഡ്രൈവറായിട്ട് കയറാൻ വന്നേക്കുന്നത് അയാളെ കാണുന്നു. അയാൾ നമുക്കൊരു ലോഡ് ഫോളോവറെ പരിചയപ്പെടുത്തി തരുന്നു. അദ്ദേഹം നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് തരുന്നു. ആ ഫോമിൽ ഈ പറഞ്ഞ മെയിൻ്റനൻസിൻ്റെയും ടയറിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും സൈനുകൾ കാര്യങ്ങൾ മേടിക്കുന്നു. മാനേജറുടെ സൈൻ മേടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതായത് ലോഡ് ഫോളോവറുടെ തിരിച്ച് ആ സാധനം കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ, ഫോം കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇടപാട് തീർന്നു. ബാക്കി അയാൾ ചെയ്യണം. ഒരു മെയിൻ്റനൻസ് ഫോളോവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അതിനുശേഷം അവർ മെയിൻ്റനൻസ് ഫോളോവർ ബാക്കിയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. വണ്ടിയുടെ ഇപ്പം ഇതിൻ്റെ ക്രൗൺ ഓയിൽ ലീക്ക് ഉണ്ട്, അതായത് ഹൗസിംഗ് ഓയിൽ ലീക്ക് ഉണ്ടെന്നും, ആക്സിലിൽ ലീക്ക് ഉണ്ടെന്നും, പിന്നെ ടയറിന് കംപ്ലയിൻ്റ് ഉണ്ട്, എയർ ലീക്ക് ഉണ്ടെന്നും, ഇതൊക്കെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കേ മനസ്സിലാവുള്ളൂ. വണ്ടിയിൽ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കേ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ജോലി ചെയ്തിട്ടുള്ള അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കാനായിട്ട് നമ്പർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇതെല്ലാം തീർക്കാനായിട്ട് നമ്മൾ മെയിൻ്റനൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അതും കൂടി തീർത്ത് നമുക്ക് വണ്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് എടുക്കാൻ തുടങ്ങാം. ഇല്ലാണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ്ങിലെ പ്രൊസീജിയർ. ഇതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയതായിട്ട് ലോഡ് എടുത്ത് തുടങ്ങത്തുള്ളൂ. ഓക്കെ, ലോഡ് എടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് വന്ന വണ്ടിയാണിത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് മുന്നോട്ട് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.